നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ നിന്ന് US ഉടൻ പിൻവാങ്ങുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ US-നൊപ്പം ഇറാനെ ആക്രമിക്കാനിറങ്ങിയ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ US-ന് ഒന്നും ചെയ്യാനില്ലെന്നും ട്രംപ് പറയുന്നു. ഇറാൻ പ്രസിഡന്റ് US-നോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അവകാശപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്താലേ US അക്കാര്യം പരിഗണിക്കൂ എന്നും ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതുവരെ ഇറാനെ തകർത്തുകൊണ്ടിരിക്കും, ശിലായുഗത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യും, ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഇക്കാര്യം പക്ഷേ നിഷേധിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ സംബന്ധിച്ച് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് ഇറാന് നേരിട്ട് സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇതേസമയം US-മായി ഇതുവരെ നേരിട്ട് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാടും ആവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും ട്രംപ് പറയുന്നത് തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇറാനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ട്രംപ് ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഒപ്പം ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കാൻ സാഹസികമായ സൈനിക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ. യുദ്ധം 5ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആണവ വസ്തുക്കൾ കൈക്കലാക്കാൻ വമ്പൻ ഖനന ഉപകരണങ്ങളും സൈനികരെയും വിമാനമാർഗം ഇറാന്റെ ഹൃദയഭാഗത്ത് എത്തിക്കുന്ന രീതിയിലാണ് ഈ രഹസ്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ചില രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പെന്റഗൺ കഴിഞ്ഞയാഴ്ചയാണ് ഈ പദ്ധതി പ്രസിഡന്റിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. ആദ്യത്തേത് യുറേനിയം വേട്ട തന്നെ. ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ നിലയ്ക്ക് തൊട്ടടുത്ത് പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പിന്നത് റൺവേ നിർമ്മാണമാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാൻ താൽക്കാലിക റൺവേകൾ നിർമ്മിക്കും. അടുത്തത് ഖനന ഉപകരണങ്ങൾ. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിൽ 300 അടിയിലധികം താഴ്ചയുള്ള കോൺക്രീറ്റ് തുരങ്കങ്ങളിലാണ് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പുറത്തെടുക്കാൻ വലിയ ഖനന യന്ത്രങ്ങൾ വിമാനമാർഗം അവിടെ എത്തിക്കേണ്ടതുണ്ട്. പിന്നെ സേനയുടെ വിന്യാസം. 100 കണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെയും എഞ്ചിനീയർമാരെയും ആഴ്ചകളോളം ഇറാൻ മണ്ണിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കൂ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ സൈനിക നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. ആണവോർജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ പകുതിയിലധികവും ഇസ്ഫഹാനിലെ കുന്നുകൾക്കടിയിലുള്ള അതീവ സുരക്ഷാ തുരങ്കങ്ങളിലാണ്. ജൂണിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഈ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും യുറേനിയം അടങ്ങിയ സിലിണ്ടറുകൾ ഇപ്പോഴും സുരക്ഷിതമായി ഭൂമിക്കടിയിലുണ്ട്. നിലവിൽ യുദ്ധം പ്രധാനമായും മിസൈൽ ആക്രമണങ്ങളിലും വ്യോമാക്രമണങ്ങളിലും ഒതുങ്ങി നിൽക്കുകയാണ്. ഖാർഗ് ഐലൻഡ് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ കരസേനയെ ഇറക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന വാർത്ത വന്നെങ്കിലും ഈ യുറേനിയം വേട്ടയ്ക്ക് പ്രസിഡന്റ് ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയില്ല. പ്രതിരോധ വിദഗ്ധർ ഈ ദൗത്യത്തെ ഇപ്പോഴും അങ്ങേയറ്റം അപകടകരവും അപ്രായോഗികവും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഇറാനെ തളയ്ക്കാനായി എന്ന് അവകാശപ്പെടുന്ന ട്രംപ് യുറേനിയം നേരിട്ട് പിടിച്ചെടുക്കണമെന്ന കർക്കശമായ ആവശ്യത്തിൽ നിന്ന് അല്പം പിന്നോട്ട് പോയതായും സൂചനയുണ്ട്. എന്നാലും ട്രംപിന്റെ തീരുമാനങ്ങൾ ഓരോ നിമിഷവും മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും ഒരു നിർണായക നീക്കം ഉണ്ടായേക്കാം. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാനിലെ സൈനിക നടപടികൾ പൂർത്തിയാക്കാൻ പോകുകയാണെന്നാണ്. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. US ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഈ യുദ്ധം അമേരിക്ക ജയിച്ചെന്നും ഇറാൻ തകർന്നടിഞ്ഞെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഒന്നടങ്കം ഇല്ലാതായി എന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ലോകത്തെ കരുത്തുറ്റ സൈന്യം അമേരിക്കയാണെന്ന് തെളിഞ്ഞുവെന്നും അഭിപ്രായമുണ്ട്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ആദ്യ പ്രസംഗത്തിൽ യുദ്ധം അമേരിക്കയ്ക്കും ലോകത്തിനും മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഘാതങ്ങളെ ഡൊണാൾഡ് ട്രംപ് ന്യായീകരിക്കുകയാണ്. ഇതേസമയം തന്നെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കും എന്ന തന്റെ അവകാശവാദം അദ്ദേഹം തുടരുകയും ചെയ്തു. അതേസമയം യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഇറാൻ തകർക്കപ്പെട്ടുവെന്നും യുദ്ധത്തിന്റെ പ്രയാസകരമായ ഘട്ടം പിന്നിട്ടുവെന്നും എങ്കിലും അടുത്ത 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ ഇറാനെതിരെ അമേരിക്ക അങ്ങേയറ്റം കഠിനമായി ആക്രമണം തുടരുമെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇറാൻ കരാറിന് തയ്യാറായില്ലെങ്കിൽ
വരും ആഴ്ചകളിലും സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. വരും യുദ്ധത്തിൽ അതീവ നിർണായകമാണെന്നും പശ്ചിമേഷ്യയിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അമേരിക്കയുടെ അജണ്ടയിൽ നയതന്ത്രത്തിന് സ്ഥാനമില്ലെന്നും കരയുദ്ധത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശം ലഭിച്ചതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സ്ഥിരീകരിച്ചെങ്കിലും അമേരിക്ക സമർപ്പിച്ച 15 ഇന നിർദ്ദേശങ്ങൾക്ക് ഇറാൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വെറും വെടിനിർത്തലല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ പൂർണ്ണമായ സമാധാനമാണ് വേണ്ടതെന്നും തങ്ങളെ ആക്രമിക്കില്ലെന്ന് ഉറപ്പുവേണമെന്നുമാണ് ഇറാന്റെ പ്രധാന ആവശ്യം. യുദ്ധം ആഗോളതലത്തിൽ ആശങ്ക പടർത്തുന്ന സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് പ്രശ്നപരിഹാരത്തിനായി 5 ഇന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. റഷ്യയും മധ്യസ്ഥ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയ മാർപ്പാപ്പ ഏപ്രിൽ 5 ഈസ്റ്ററിന് മുൻപ് യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് സമാധാനത്തിനുള്ള വഴി കണ്ടെത്തുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനെ സൈനികമായി തളച്ചതോടെ ഇസ്രയേലിന് നേരിട്ടിരുന്ന പ്രധാന ഭീഷണി ഒഴിഞ്ഞതായാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. മേഖലയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഇസ്രയേൽ ഒരു സൂപ്പർ പവറായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് ട്രംപിന്റെ ജനപ്രീതി ഇടിയുന്നതായാണ് റിപ്പോർട്ട്. CNN പോൾ പ്രകാരം 34% ആളുകൾ മാത്രമേ ഇപ്പോൾ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ. പെട്രോൾ വില ഗാലനിന് $4 മുകളിലായി വർദ്ധിച്ചത് ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. ട്രംപിന് വ്യക്തമായൊരു പദ്ധതിയും ഇല്ല എന്ന് ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നു. അമേരിക്കയിൽ ട്രംപിന്റെ യുദ്ധനയത്തിനെതിരെ ആഭ്യന്തര പ്രതിഷേധവും ശക്തമാകുന്നു. ഇറാൻ യുദ്ധം സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ജീവിതച്ചെലവ് വൻതോതിൽ വർദ്ധിപ്പിച്ചതായി ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ട്രംപിന്റെ അന്യായമായ യുദ്ധത്തിന് അമേരിക്കൻ കുടുംബങ്ങൾ വലിയ വില നൽകേണ്ടി വരികയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ നടക്കുന്ന സൈനിക നീക്കത്തിൽ ഇതുവരെ 13,000-ലധികം വിമാന ആക്രമണങ്ങൾ നടന്നു. 12,000 ലക്ഷ്യങ്ങൾ തകർത്തു. 150 ഇറാനിയൻ കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്കാണെന്നും അമേരിക്കയ്ക്ക് അതിൽ പങ്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ഇപ്പോൾ എണ്ണയ്ക്കായി ആ കടലിടുക്കിനെ ആശ്രയിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഹോർമൂസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമൂസ് സംരക്ഷിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം. അതുമല്ലെങ്കിൽ ഹോർമൂസ് സ്വാഭാവികമായി തുറക്കപ്പെടണമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല, പക്ഷെ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇനി മിഡിൽ ഈസ്റ്റിന് ഭീഷണിയല്ല. ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞുവെന്നുമാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ സഹകരിക്കാത്തതിൽ സഖ്യകക്ഷികളെ ട്രംപ് വിമർശിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന കാര്യം ഗൗരവമായി പരിഗണനയിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം പക്ഷേ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. യുദ്ധം തുടങ്ങിയ ശേഷം പശ്ചിമേഷ്യയിലുടനീളം 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇറാനിൽ ഇതുവരെ 3519 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 1598 പേർ സാധാരണക്കാരാണ്. 244 കുട്ടികളുമുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 1318 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ 400 പേരും കൊല്ലപ്പെട്ടവരിലുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള 3 UN സമാധാന സേനാംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ തൊട്ടടുത്താണെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്നതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഇറാന്റെ പക്കലുള്ള 440 കിലോ യുറേനിയം ശേഖരം യുദ്ധത്തിന് ശേഷവും അവരുടെ കൈവശം തന്നെയാണെങ്കിൽ അത് ആണവ ബോംബ് നിർമ്മാണത്തിലേക്ക് അവരെ വേഗത്തിൽ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ള മുന്നറിയിപ്പും. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവുമായും ലോകം കാണുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.